നല്ലതാണ്. ഇത് ഏതാണിത്? മറ്റേ ആറ്റ ചന്ദനക്കെട്ട് ആ പാട്ടില്ലേ? അതൊന്നും എന്നെ കൊണ്ടൊന്നും കളിക്കാൻ പറ്റൂല. എനിക്ക് മറ്റേ കുറച്ച് വെറൈറ്റി സാധനം മറ്റേ സാധനം പഠിക്കാൻ. കണ്ടു ശ്രീദേവനെ. ഏത്? ആ എല്ലാരും കൂടി വട്ടത്തിൽ നിന്ന് കളിക്കും. അതൊക്കെ ഇപ്പൊ ട്രെൻഡാണ്. കണ്ടു അവൻ മറ്റവന്മാരെ പറ്റിച്ച് ജീവിക്കുക. ഞാനൊരു ഐറ്റം കൊണ്ട് കേറുന്നുണ്ട്. ഏറ്റടാ. ആറ്റി ചന്ദനക്കെട്ട്. എന്തിത് ഭരതനാട്യോ? അതിന് ഭേദം ഇത് തന്നെയാ. അത് വേണ്ട അതിന്റെ വേറെ സാധനം വള്ളക്കിളിക്കണ കുഞ്ഞോളി. എങ്ങനെയുണ്ട്? വല്ല ഏത് നേരത്താണോ ഇവിടെ ഡാൻസ് പഠിപ്പിക്കാൻ കൊണ്ടുവന്നത്? ഇത് നാടൻ പാട്ടൊക്കെയാണ് ട്രെൻഡിങ്. വരയ്ക്കണം പോലെ അല്ലേ? പാമ്പ് പോലെ ഇങ്ങനെ വരയ്ക്കണം. ഇങ്ങനെ നെറ്റീന്ന് ഇങ്ങനെ എടുത്ത് ഇവിടെ താഴ്ത്തണം. തല ഇങ്ങനെ ആട്ടോ. ശ്രീദേവ് എന്നിട്ട് ഇങ്ങനെ. നമസ്കാരം. ആരാ? എന്നെ മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. അതുകൊണ്ടല്ലേ ചോദിച്ചേ. ഞാൻ പ്രസിദ്ധമായ എഴുത്തുകാരൻ സണ്ണി പി കിഴക്കമ്പലം. ഏത് ഓൾട്രേഷൻ ചെയ്ത കുളക്കോയി? ഡാൻസ് കളിക്കുകയാണോ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഡാൻസ് കളിക്കുന്നതായിട്ട് തന്നെ തോന്നുന്നു. പിന്നെ എന്തിനാ ചോദിച്ചത്? സഹായം വല്ലതും വേണമെന്ന്? അതിന്റെ ആവശ്യമില്ല. വേണ്ട. ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തന്നെ ഡാൻസ് കളിക്കാറ്. താനി ഉപദേശിക്കാൻ നിൽക്കുന്നതാണ്. ഞാൻ 7ാം ക്ലാസ് മുതലേ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്ന ഒരാളാണ്. അല്ലെങ്കിൽ ചുരിദാറൊക്കെ ഇട്ട് ഇങ്ങോട്ടോ പോണേ? ഞങ്ങൾ എഴുത്തുകാർ ഇങ്ങനത്തെ ഡ്രസ്സുകളെ ഇടാറുള്ളൂ. മനസ്സിലായില്ല എന്നെ അല്ലേ? ഇല്ല. ഞാൻ നളിനാക്ഷന്റെ ഫ്രണ്ട്, സിനിമയിലൊക്കെ ഉള്ള. ഏതാ മുകളിൽ നളിനാക്ഷനാ? അതെ. ഈശ്വര, അവനെ കൊണ്ട് തന്നെ ശല്യം ഇവിടെ സഹിക്കാൻ പറ്റില്ല. ഇനി അടുത്ത ഒരു കൂട്ടുകാരൻ കൂടി വന്നിരിക്കില്ല. അല്ല, ഞങ്ങൾ അങ്ങനെ സിനിമാക്കാരും മോശക്കാരൊന്നും അല്ല കേട്ടോ. ഇപ്പൊ ഇങ്ങോട്ടേക്ക് എന്തിനാണോ നോക്കിട്ട്? ഞാൻ നിങ്ങളുടെ ഡാൻസ് കണ്ടപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണോന്ന് ചോദിക്കാൻ. വേണമെങ്കിൽ ഞാൻ 2 സ്റ്റെപ്പൊക്കെ ഇങ്ങനെ ഇട്ട് തരാം. വേണ്ട ഇങ്ങോട്ട് നീങ്ങുന്നേ. അതെ, അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾ പഠിക്കും. അതെ, കുട്ടിയുടെ പേരെന്താ? അതെ, ഇത് എന്റെ അനിയത്തിയാ. ഞാനാണ് ഇവിടുത്തെ ആള്. നീ എന്നോട് ചോദിച്ചാൽ മതി, അല്ലാണ്ട് അവളോട് പേര് ചോദിക്കാൻ നിൽക്കണ്ട. ചേച്ചി അനിയത്തിയുടെ പേരൊന്നും പറയൂ. പറഞ്ഞോടുക്ക്. പറയുന്ന പേര് നന്ദന. നന്ദനയ്ക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട്? ഇല്ല. സമാധാനം ഇല്ല. ഇപ്പൊ ഇതല്ലേ ഞാൻ ആദ്യത്തോട്ട് പറഞ്ഞോണ്ടിരുന്ന അവൾക്ക് അഭിനയിക്കാൻ താല്പര്യമില്ല. ഈ കുട്ടിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട്. നീ അല്ല, ചേച്ചിയാണ് സമ്മതിക്കാത്തത്. എടി, നിനക്ക് അഭിനയിക്കാൻ താല്പര്യണ്ടാ? കേട്ടാ അവൾക്ക് അഭിനയിക്കാൻ താല്പര്യമില്ല. നീ വെറുതെ അവനെ ബുദ്ധിമുട്ടിക്കാണ്ട. നളിനാക്ഷൻ പറഞ്ഞായിരുന്നു, ഈ വീട്ടില് 2 സുന്ദരികളായ സ്ത്രീകളുണ്ടെന്നും അവർക്ക് അഭിനയിക്കാനൊക്കെ താല്പര്യമുണ്ടെന്നും. അത് ഈ തൂലികയിൽ നിന്ന് വരുന്ന കഥാപാത്രങ്ങളാണെങ്കിൽ അല്ല, കുട്ടിക്ക് താല്പര്യമുണ്ട്. അല്ല, ഒരു സുന്ദരനായ പുരുഷനുണ്ട്. വിളിക്കട്ടെ? അതാരാ? എന്റെ ഭർത്താവ് മൂത്തോണ്ണൻ. എനിക്ക് കഥ എഴുതാൻ സമയമായിരിക്കുന്നു. പിന്നെ നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാമേ? ആവശ്യമില്ല. നമസ്കാരം. നമസ്കാരം. ചായ ഇടുവാണോ? കണ്ടിട്ട് എന്താ തോന്നുന്നേ? ചായ ഇടുവാണ്. അതെ. സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? സിനിമ എന്നൊക്കെ പറയുമ്പോ നമ്മളെ ഷോർട്ട് ഫിലിമിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ആണല്ലേ? പക്ഷെ സിനിമയിലൊക്കെ നമുക്ക് കിട്ടണ്ടേ? ഞാൻ എടുക്കുന്നുണ്ടല്ലോ. ശരിക്കും? ഞാൻ എഴുതുന്ന കഥയിലെ കഥാപാത്രത്തിന്റെ അതേ മുഖച്ഛായയാണ്. ഒരു 85 ഇട്ട് പിടിച്ച് 90 സെന്റിമീറ്റർ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ. എന്താ പേര് വന്നു? ശോഭന. ശോഭനയോ? അതേ ചിരി, അതേ കണ്ണ്, അതേ ചിരി. ഷോ, ശരിക്കും സിനിമയിലൊക്കെ കിട്ടുമായിരിക്കും അല്ലേ? ഞാൻ എടുക്കൂലേ? ശോഭനയുടെ കസേര ഒഴിഞ്ഞിരിക്കല്ലേ? എനിക്ക് ഭയങ്കര ആഗ്രഹം സിനിമയിൽ അഭിനയിക്കാൻ. ഇരിക്കണ്ടേ? പിന്നെ വേണ്ടേ? ഞാനൊരു വെലസ്. ഞാൻ കുറച്ച് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇങ്ങനെ. എന്താ കുട്ടി മുമ്പേ എന്താ പറഞ്ഞ? എന്താ സംഭവം? എന്താ ഫീമെയിൽ ഓറിയന്റഡ്? അതിലും നല്ലത് നമുക്ക് കുറച്ച് റൊമാൻസ് പിടിച്ചാലോ? എനിക്ക് ചെയ്യൂ. പിന്നെ പേരെന്താ? ശോഭന എന്നല്ലേ? ഈ ലാലേട്ടൻ മിഷ വിളിച്ചാൽ ശോഭന ചിരണ്ടോ? അതൊക്കെ ശരിയാണ്. വൈറലാവണമെങ്കിൽ ഒരു റൊമാൻസ് ഒക്കെ പിടിക്കാം. അപ്പൊ സിനിമയിലൊക്കെ ഒരു ഹോപ്പ് ഉണ്ടല്ലേ? ശോഭനയുടെ കസേര ഇപ്പോഴും ഒഴിഞ്ഞിരിക്കല്ലേ? ഞാനൊരു വെലസും അവിടെ ഇരിക്കണ്ടേ? പിന്നെ വേണ്ടേ? ഇരുത്താടാ ഞാൻ നിന്നെ. ഇത് ഞാൻ 2 വർഷം മുന്നേ ഇരുന്ന കസേര. അതല്ല, അത് തെറ്റിദ്ധരിച്ചു ബ്രോ, തെറ്റിദ്ധരിച്ചു. സിനിമയുടെ കാര്യം പറഞ്ഞേ. അടുക്കള കയറി കൂടുതൽ സിനിമകൾ വേണ്ട. ചായ ഉണ്ടോന്ന് ചോദിക്കാൻ കയറിയതായിരുന്നു. ചായയൊക്കെ അങ്ങ് എത്തിക്കോളും. പെട്ടെന്ന് ഇൻഡിപെൻഡന്റ് കഥ അല്ല, ഫീമെയിൽ ഓറിയന്റഡ് കഥ വന്നപ്പോ അത് പറയാൻ വേണ്ടിട്ട് എന്റെ പെണ്ണുമ്പിള്ള എടുത്ത് പെട്ടെന്ന് ഐഡിയ വന്നു. ഞാൻ എഴുതിയിട്ട് വരാം. ചായ പെട്ടെന്ന് ഞാൻ ഓർത്ത് സിനിമ. അതെ, ചായ. ഞാനിപ്പോ വരെ തുണി കോരിടാനുണ്ടായിരുന്നു.
വന്നവനും പ്രോടാ, നിന്നവനും പ്രോടാ, ഇവിടെ നിൽക്കുന്നവനും പ്രോടാ. ശോഭന, നമസ്കാരം. രാവിലെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ആ ഇട്ട് തന്ന ചായ ഇല്ലേ, അത് കുടിച്ചപ്പോഴാണ് ഞാൻ എഴുതുന്ന കഥാപാത്രത്തിന്റെ അതേ ചായയുടെ ടേസ്റ്റ്. ഫീമെയിൽ ഓറിയന്റഡ് കഥ ഞാനിപ്പോ ആലോചിച്ച് വന്നപ്പോ ഏകദേശം ക്ലൈമാക്സിലേക്ക് ഞാൻ എത്തി. കിഴക്കമ്പലം എന്താ കിഴക്കമ്പലത്തിന് ബെട്ടക്കമ്പലം ആവുന്നുണ്ട്. എന്തുവാ? മോള് പോ, ശോഭന മോള് പോ. ഹായ്. കഥ പറയാണല്ലേ. എന്താ ആ എന്താ? ഈ പരിപ്പ് ഈ കലത്തിൽ വേകൂല, മനസ്സിലായല്ലോ. ഈ പരിപ്പ് ഞാൻ വേവിച്ചോളാം. ലെറ്റ് മീ കുക്ക്. നീ കുക്കായിക്കോ. നിന്റെ കഥയും തിരക്കഥയെ അങ്ങ് പുറത്ത് മതി. ഇതിൻ്റെ ഉള്ളിലുള്ളൊരു കഥ വേണ്ട. ഞാൻ പിന്നെ ഒരു കഥ എഴുതേണ്ടി വരും. എന്റെ കഥ പുറത്തും അകത്തും ഉണ്ടായിരുന്നു. തനിക്ക് അതിൽ റോളില്ലടോ. എടാ കിഴക്ക് പടിഞ്ഞാറേ, എൻ്റെ ശോഭനമോള് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഈ ദേവസ്യം ഉണ്ടാവും, മനസ്സിലായോ. തന്നെ ഞാൻ അവഗണിച്ചിരിക്കുക. തന്നെ ഞാൻ പരിഗണിച്ചോണ്ടല്ലോ തന്റെ ആയുസ് ഉണ്ടാവത്തില്ല. വെട്ടിക്കളയാൻ ഞാൻ. പിടിച്ചതും വലുതും മാളത്തിലോ. പുതിയ തന്ത്രങ്ങൾ മെനയണം. ഇനിയും കുറേ പണിപ്പെടേണ്ടി വരും. ആ ഒരു പി ഒക്കെ വെക്കേണ്ട വരെയായിരിക്കും. എന്തോരം ഇന്റർവ്യൂ കൊടുത്താലും എന്തോരം ഡ്രസ്സ് വാങ്ങിയാലോ. എൻ്റെ ദൈവമേ, ചെലവ് കൂടുതല. പക്ഷെ സാരില്ല. ആ സോഷ്യൽ സ്റ്റാറ്റസ് നോക്കണ്ടേ നമ്മള്. ശോഭന, വാ. എന്തീ ആലോചിച്ചോണ്ടിരിക്കുന്ന കുറെ നേരമായിട്ട്? ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, എന്തോരം ഡ്രസ്സും ഓർണമെന്റ്സും എന്തോരം സാധനങ്ങൾ വാങ്ങിയാലാ. ആ ഇതുപോലെ കല്യാണം ഉണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ല. ഇല്ല. ഞങ്ങളൊരു ഷോർട്ട് ഫിലിം എടുക്കാനുള്ളൊരു പ്ലാനില്ല. അല്ല, വേലക്കാരിയാണോ റോള്? ഹലോ, ഫിലിമില് ഞാനാണ് എൻ്റെ ഹീറോയിൻ. എന്തൊരു പ്രത്യേകതര സ്റ്റോറിയൊക്കെയാണ് സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ പുറത്തു വരാറായിട്ടില്ല. ഓ, കാണുന്നവരുടെ ഒരു കഷ്ടകാലം. അതെ, അല്ലെങ്കിൽ എപ്പോഴും പുച്ഛാണ്. പക്ഷെ അല്ലെങ്കിൽ കഴിവുള്ളവർ എപ്പോഴും പുച്ഛിക്കാറുണ്ടാവും. ആ, നമുക്ക് കണ്ടു നോക്കാം. അല്ല ഈ മാല സ്വർണ്ണാണോ? എന്തേ? അല്ല, റോൾഡ് ഗോൾഡ് പോലെ ഉണ്ടാകുന്നുണ്ടോ? അത് ഡയമണ്ട് കണ്ട് ശീലമില്ലാത്തായിരുന്നു. ഡയമണ്ട് ആണ് സുബു വാങ്ങി തന്ന. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാ വന്നേ. ഇതാരോടും പറയരുത്. ഇല്ല. അതെ, രാവിലെ ഒരുത്ത വന്നില്ലേ, നല്ല അക്ഷന്റെ കൂട്ടുകാരനാന്നൊക്കെ പറഞ്ഞിട്ട്, സണ്ണിന്നോ എന്തോ ഒരു പേരായിട്ട്. സണ്ണി, നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ. ആളെന്തിനും ഇവിടെ വന്നിട്ട് പറഞ്ഞായിരുന്നോ നമ്മളെ പറ്റിട്ട്? ഇല്ല, നല്ല മനുഷ്യനല്ലേ. നല്ല മനുഷ്യല്ലേ. അവളുണ്ടല്ലോ, എന്റെ മോളില്ലേ, അവൾ കയറി പിടിക്കാൻ നോക്കി. നീ അറിഞ്ഞല്ലോ? അങ്ങനെ ഒന്നും അവൻ ചെയ്യൊന്നുമില്ല. അത് നിനക്ക് എങ്ങനെ അറിയണത് അവൻ ചെയ്യില്ലെന്നത്? നല്ല മനുഷ്യനാ. ഞങ്ങള് സംസാരിച്ചല്ലേ. സംസാരിച്ചു? ആ സംസാരിച്ചു. നീ അടുത്ത് നിന്നിട്ടാണോ സംസാരിച്ചത്? ഞാൻ ചായ ഉണ്ടാക്കാൻ നേരത്തെ എന്റെ അടുത്ത് വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, സിനിമയിൽ അഭിനയിക്കാനുള്ള ചാൻസ് ഒക്കെ തരാം. കണ്ട ശോഭനയുടെ ഒരു എന്താ പറഞ്ഞ? ശോഭനയുടെ ഒരു ചിരിയോ അങ്ങനെ എന്തൊക്കെയോ വല്ല കണ്ണുപൊട്ടനായിരിക്കും ശോഭന. അല്ലെങ്കിൽ നിനക്ക് അങ്ങനെയാ തോന്നുള്ളൂ. ഒരു കാര്യം പറയട്ടെ, അതായത് ഉണ്ടല്ലോ, അവൻ അത്ര ശരിയല്ല. അവനെ കണ്ടാൽ തന്നെ ഒരു കളലക്ഷണം ഉണ്ട്. ഉണ്ട് പറഞ്ഞിട്ടുണ്ട്. അവൻ നിന്റെ അടുത്ത് എന്താ വന്നിട്ട് പറഞ്ഞത്? സിനിമയിൽ അഭിനയിക്കണം എന്നല്ലേ? അതെ, കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ, അപ്പുറത്തെ വീട്ടിലെ രമണിയില്ലേ, രമണീനെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിട്ട് ഒരാൾ കൊണ്ടുവന്നിട്ട് പറ്റിച്ചു. നീ അറിഞ്ഞ പോലെ? ഇല്ല. ആ, അങ്ങനെ സംഭവം ഉണ്ടായി. അയ്യോ, ഇവരൊക്കെ സൂക്ഷിക്കണല്ലേ.